പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതം ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രക്ഷുബ്ധമായ അവസരത്തെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ പുതിയ ദൈവതന്ത്രങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നത് കാണാം. ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ രസതന്ത്രം, ഊർജ്ജതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ സുവിശേഷ തന്ത്രമുണ്ട്. അതൊരു ടെക്നിക്കാണ്. ശരിക്കും ടെക്നിക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ്ങിലല്ല, പോസിറ്റീവ് മീനിങ്ങിൽ അതൊരു ശാസ്ത്രം പോലെയാണ്. സുവിശേഷ ശാസ്ത്ര വിധിപ്രകാരം ഒരു വിഷയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിൽ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ ചില ആൾക്കാർ ചില ഇൻവെസ്റ്റേഴ്സ്, ഇപ്പം നമ്മൾ നിക്ഷേപകരെന്നല്ലേ പറയുന്നത്, ഉടമ്പടിയിലെ ചില നിക്ഷേപകർ, ഞാൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയത്തില്ല, പങ്കാളികളെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടി ഒരു പങ്കാളിത്ത ആധ്യാത്മിക ജീവിതമാണ്. അപ്പോൾ അതേസമയം തന്നെ പങ്കാളികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടിയിലെ നിക്ഷേപകരെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള വാക്യം. കാര്യം, കർത്താവിൻ്റെ ചില വചനങ്ങളുടെ വേലി അരികെ പിടിച്ചു പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ചില ആധ്യാത്മിക ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൈവം വരച്ചിട്ട മാർഗങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊരു വചനമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 30-ാമത്തെ വാക്യം. മത്തായി 25:30. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എൻ്റെ ഭാഷയിൽ ഞാൻ ഇതിനെ ഒക്കൾട്ട് വേടെന്നാണ് വിളിക്കുന്നത്. ഒക്കൾട്ട് വേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢവചനം. ദൈവം വെളിച്ചത്ത് പറയണ വചനങ്ങളുണ്ട്, ദൈവം രഹസ്യത്തിൽ പറയണ വചനങ്ങളുണ്ട്. വെളിച്ചത്ത് പറയുന്ന വചനങ്ങൾ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ. മത്തായി 10:26-27. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ഇപ്പം ചില പറച്ചിൽ ഇരുട്ടത്തായിരിക്കും പറയണത്. അവിടെ വേണ്ടത്ര വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. കർത്താവ് പറയും, ഇരുട്ടത്ത് നമ്മുടെ കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല, പക്ഷെ സ്വരം മാത്രം കേൾക്കും. അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത്. എന്നുവെച്ചാൽ അവിടെ വേണ്ട നമുക്ക് വ്യക്തതയില്ല, നമുക്ക് വ്യക്തമല്ല, കാഴ്ചകൾ വ്യക്തമല്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാണ് ഇരുട്ടത്ത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളെന്ത് ചെയ്യണം? അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം. അപ്പോൾ വെളിച്ചത്തിൽ പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ്. ദൈവം അതിങ്ങനെ ഇരുട്ടത്തെ പറയത്തുള്ളൂ. വലിയ വലിയ കാഴ്ചകളൊന്നും
ചുറ്റുപാട് ഇങ്ങനെ ഇരുട്ടാക്കിക്കൊണ്ട് മാത്രമേ ചില വചനങ്ങൾ പറയത്തുള്ളൂ. ചുറ്റുപാടും കാണാൻ പറ്റത്തില്ല. ഇപ്പം എന്താ പറയണത്? പ്രയോജനമില്ലാത്ത ഈ ദാസന്, ഇതാണ് നിഗൂഢ വചനം എന്ന് പറയുന്നത്. അന്ധകാരം നിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ്. ഈ നിഗൂഢ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. സുവിശേഷത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാനസാന്തരപ്പെടുവിൻ, അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, മാനസാന്തരപ്പെടുവിൻ. ഇത് പക്ഷേ ചില കാര്യങ്ങൾ വല്ലപ്പോഴും കൂടി ഒന്ന് പറയും, പക്ഷെ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല. അത് ഇരുട്ടാക്കിയേ കാണിക്കത്തുള്ളൂ. അത് ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. ഇതിനാണ് അന്ധകാരത്തിൽ പറയുന്ന വചനങ്ങൾ. അത് നിഗൂഢ വചനങ്ങൾ എന്ന് പറയും. ഒക്കൾട്ട് വേർഡ് എന്ന് ഞാൻ പറയണത്. അത് ഹിഡൻ വേർഡ് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുന്നത്. കർത്താവ് എപ്പോഴും മറച്ച് വെച്ചതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പാടി വാഴ്ത്തുന്നു. ശ്രുതികട ഹല്ലേലൂയ. കൈയടിച്ചോണ്ട് പ്രിയനേ സ്നേഹം ഓർക്കുന്നില്ല. പ്രിയനേ സ്നേഹം ഓർക്കുന്നില്ല. ലൂക്കാ 10:21. ലൂക്കാ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഇല്ല. ഇത് വളരെ സ്വകാര്യമായ ഒരു വിതരണമേ ഉള്ളതിനെ. അതാണ് മറച്ചു വെക്കുക എന്ന് പറയുന്നത്. ഹിഡൻ വേർഡ്, മറച്ചു വെച്ച വചനങ്ങൾ, അന്ധകാരത്തിൽ പറഞ്ഞവർ. ഇതുപോലെ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇപ്പോൾ യോഹന്നാൻ്റെ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച്, ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നത് അന്ധകാരത്തിൽ പറഞ്ഞ വചനമൊന്നല്ല, മരുഭൂമി പറഞ്ഞ വചനമെന്നാണ്. വചനമൊക്കെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെന്ന് പറയുന്ന പോലെ അത് എവിടെ വിരിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം എന്ന് പറയണത്. എവിടെയാണ് വിരിഞ്ഞത്, അതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന വചനം ഇതുപോലെ ഒരു ഹിഡൻ വേർഡാണ്. എന്താണ്? എപ്പോഴും പറയത്തില്ല. മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞ് 17 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ എല്ലാവരോടും പറയും ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അങ്ങനെ 17 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രയോജനമില്ലാത്ത ദാസനെ എൻ്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയത്തില്ല. അതൊന്ന് പ്രാവശ്യം പറയത്തില്ല. ഇതന്നെ ഹിഡൻ വേർഡ് എന്ന് പറയണത്. പ്രയോജനമില്ലാത്ത ദാസനെന്നൊക്കെ വിളിക്കും, ഒരു കുഴപ്പമില്ല. വളരെ ആഘോഷമായിട്ട്, വളരെ മാന്യതയോടും മാനേഴ്സൊക്കെ അനുസരിച്ച് ദാസനെന്നൊക്കെ വിളിക്കും. ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു വിളിയാണ് ദാസൻ. പക്ഷേ വിളിക്കുന്നത് എന്താണ്? ഈ ദാസന്മാരിൽ തന്നെ പ്രയോജനമില്ലാത്ത ഈ സംഭവത്തെ എടുത്തുകൊണ്ട് പോകാൻ പറയും എൻ്റെ മുമ്പിൽ നിന്ന്. അതത്ര നിസ്സാരമായിട്ടുള്ള പറച്ചിലല്ല, ഇത്തിരി കൂടിയ പറച്ചിലാണ്. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ എൻ്റെ മുമ്പിൽ നിന്ന്. ഒന്നൂടെ വായിച്ചത് 25:30 മത്തായിയുടെ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ.
മത്തായി 25:30. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പൊ ദൈവം കുറച്ച് നാളൊക്കെ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്ത് നോക്കും. ദൈവത്തിൻ്റെ രീതി അതാണ്. കുറച്ച് നാളിൽ നന്നാകാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് ദൂരെ കളയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിലെ അത്തിമരം വെച്ച് നട്ടുപിടിപ്പിക്കണില്ലേ, കാട്ടത്തിയെ ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാ കൊല്ലവും വന്നിട്ട് ബലമുണ്ടോ എന്ന് നോക്കും. മൂന്നാം പക്കവും ബലം കാണുന്നില്ല. പറയും ഇത് വെട്ടി കളയാൻ പറയും. കണ്ട, ആ ഐഡിയ എല്ലാം ഒന്നാണ്. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന ആൾ തന്നെയാണ് അത്തിമരം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ ആരാധന. ലൂക്ക 13:6-7 തിരുവചനങ്ങൾ. ലൂക്ക 13:6-7. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു. ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? വേസ്റ്റ് ജന്മമാണെന്നായി പറയണത്. വേസ്റ്റ് ജന്മമാണെന്ന്. എന്തിന് നിലം പാഴാക്കണമെന്ന്. പ്രയോജനമില്ലാത്ത വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് വേസ്റ്റ് ജന്മമെന്ന്. ഈ സൂക്ഷിച്ച് വേണം കേട്ടോ ഉടമ്പടി പുതുക്കാൻ. ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ, നിങ്ങളുടെ പുതുക്കൽ നീതീകരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. അനിത ബേബി തോമസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അനിത ബേബി തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷ്യം അപ്പ് ചെയ്തിട്ടുണ്ടേ, നോക്കണേ. അനിത ബേബി തോമസിൻ്റെ പ്രശ്നം, അവളൊരു നിലപാടുകാരിയാണ്. വിശ്വാസികൾക്ക് എപ്പോഴും നിലപാടില്ല എന്നുണ്ടെങ്കിൽ അവർ അവിശ്വാസികളായിട്ടാണ് ദൈവം കാണുന്നത്. വിശ്വാസികൾക്ക് നിലപാടില്ലെങ്കിൽ അവരെ ദൈവം അവിശ്വാസികളായിട്ടാണ് കാണുന്നത്. അനിതയുടെ പ്രശ്നം എന്താ? അനിതയുടെ പ്രശ്നം കുട്ടികളില്ല. വർഷങ്ങളായിട്ട് കുട്ടികളില്ല. അപ്പോൾ അനിതയുടെ നിലപാടെന്താണ്? അനിതയുടെ നിലപാട്, കുട്ടിയെ തരണമെങ്കിൽ കർത്താവ് തന്നെ തരണം. എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് കുട്ടികളെ വേണ്ടെന്ന്. അതാണ് നിലപാട്. വിശ്വാസി നിലപാടെടുത്തില്ലെങ്കിൽ അവിശ്വാസിയായിട്ടാണ് ദൈവം കരുതത്തുള്ളൂ. നിങ്ങൾ പറയണത് പപ്പൂതിയാലും പരമൂതിയാലും ഊത്തുകെട്ടാൽ ആൾക്കാരുടെ ഇതാണ്. മാതാവല്ലെങ്കിൽ അന്തോണി ശൂന്യമാണ്. നമ്മുടെ മകളെ കെട്ടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. അതാ നിലപാടല്ലത്. മാതാവല്ലെങ്കിൽ അന്തോണി ശൂന്യമാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പിന്നീട് വേറെ ചില നൊവേനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പോണത്. ഐ ആം നോട്ട് എഗൻസ്റ്റ് നൊവേന. ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞ ഇതാണ്, വെൻ യു ആർ ഇൻ ദി കവനൻ്റ് ഒരു ക്യാപിറ്റൽ സ്പിരിച്വൽ നറിഷ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യരുത്. കാര്യം നിങ്ങൾ ഒരു മനുഷ്യന് ഈ ഭൂമി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണത്. ബയലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവും നമ്മളും തമ്മിൽ എടുത്തപ്പോകാത്തൊരു ഭാരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിനെ കൊണ്ടത് എടുപ്പിക്കാൻ വേണ്ടി ദൈവവും നമ്മളും തമ്മിലൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വേറെ എല്ലാം അപ്രസക്തമാണ്. അതിൻ്റെ ഒരു കച്ചും കൈയും കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ മറ്റു സ്ഥലത്ത് അലയാൻ. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത്. ഐ എം നോട്ട് അഗേൻസ്റ്റ് ഇറ്റ്. അത് സഭയിലുള്ളതല്ലേ, നവീനൊക്കെ സഭയിലുള്ളതല്ലേ. പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം, കാലം മുന്നോട്ട് പോകുന്നതോടുകൂടി ജീവിതം സങ്കീർണമായപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത്? ചില വിഷയങ്ങൾ ദൈവം വിഷയത്തെ രണ്ടായിട്ട് തിരിക്കും. എന്താണ്? മെരിറ്റിൽ നടക്കാവുന്ന കാര്യങ്ങളുണ്ട്, മെരിറ്റിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ യോഗ്യത കൊണ്ട്, കഴിവ് കൊണ്ട്, നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടായാലും നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്ത് കപ്പാസിറ്റി നമുക്കുണ്ടായാലും നടക്കാത്ത കാര്യങ്ങളാണ് സ്പേസ് ഓഫ് ഗോഡ് വരണത്. അതിന് ഉടമ്പടി അല്ലാതെ വേറെ ഒരു ബന്ധമില്ല. അത് സിംഗിൾ എഡ്ജായിട്ടുള്ള ഒരു പ്രെയർ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അതിന് സിംഗിൾ എഡ്ജേ ഉള്ളൂ. നമ്മളാണ് അതിൻ്റെ ഒരു എഡ്ജ്. ദൈവത്തിൻ്റെ അടുത്ത് കേട്ട് അത് ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം എന്താണ്? ദൈവം കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പല സംഭവത്തിനും കേൾക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സമയത്തും പ്രെയർ കേൾക്കത്തില്ലെന്ന് പച്ചക്ക് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ധൂപം എടുത്തുകൊണ്ട് പോയതിൻ്റെ മുമ്പിൽ നിന്ന് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് ഇല്ലേ? കേട്ടേക്ക് ഇവിടെ ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ശ്രീഹരി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഐശയുടെ വചനങ്ങളാണ്: നിന്റെ ധൂപം എൻ്റെ മുമ്പിൽ എടുത്തുകൊണ്ട് പോകും. നീ മുഖം ഉയർത്തുമ്പോൾ, നീ കൈ ഉയർത്തുമ്പോൾ ഞാൻ മുഖം തിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദിവ്യമാ ശ്രീഹരി, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ ശ്രീഹരി, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിൽ സമ്മാനമേ, തിരുവത്താഴമേശയിൽ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഐശയ്യ 1:15. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അപ്പൊ ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പക്ഷെ അങ്ങനെ ഒരു വിഷയം ഉടമ്പടിയിൽ ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇത് ഡബിൾ എഡ്ജാണ്. ഇതിൻ്റെ എഡ്ജ് ഒരെണ്ണം നമ്മളൊന്ന് ദൈവമാണ്, ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഇത് സാധാരണ പ്രാർത്ഥന ഉടമ്പടിയും തമ്മിൽ നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കണം. ഇത് കണ്ടേ, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളെ കേൾക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ചാൻസ് ഉണ്ട്. പ്രാർത്ഥന ബധിരകരണങ്ങളിൽ തട്ടി തിരിച്ചു പോരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഉടമ്പടി സംബന്ധിച്ചിടത്തോളം ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ദൈവം ഒരു കക്ഷിയാണ് ഇതിൻ്റെ അകത്ത്. ഉടമ്പടി ചെയ്യുന്നവരെല്ലാവരും മനസ്സിലാക്കണം,
നിങ്ങൾ ഉടമ്പടി ഉഴപ്പുമ്പോൾ ഉടമ്പടി എടുക്കാതിരുന്ന കാലത്തേക്കാളും പാപത്തിലാണ് ജീവിക്കുന്നത്. കാര്യം എന്താണ്? ദൈവമായിട്ടൊരു കക്ഷിയുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യണത്. എന്നിട്ട് നക്കാപ്പിച്ച അനുഗ്രഹത്തിന് കിട്ടിയില്ല, താമസിച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പഴയ മനസ്സിരിപ്പ് പോലെ ജീവിക്കുകയാണ്. അത് വന്നാൽ മിക്കവാറും നിങ്ങളുടെ അതിൻ്റെ റിപ്രക്കഷൻസ് വന്നാൽ കൊടുത്തുവിട്ടാൻ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല. കാര്യം അത് എങ്ങനെ കൊടുത്തുവിടുമെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല. ഉടമ്പടി ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ ജീവിച്ച് വളരാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് മുഴുവനുമുള്ള ആ ഡിസൈനെല്ലാം അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ ജീവിച്ച് തളരുമ്പോൾ നിങ്ങളൊരു വല്ലാത്ത തളർച്ചയിലേക്കാണ് പോണത്. ഉടമ്പടി ജീവിച്ച് വളരുകയാണ് ചെയ്യണത്. പക്ഷേ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആദ്യത്തെ ഉടമ്പടി ഉശിരി നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ അവതാളത്തിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അത് ആരുടെയും കുഴപ്പമില്ല, നിങ്ങളുടെ നേച്ചർ ആണ്, നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. പണ്ട് പോലെ ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മാത്രമേ ദൈവത്തിന് മുമ്പ് വാലാട്ടിക്കൊണ്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചില പട്ടികൾ കഴിക്കത്തില്ലേ, അതുപോലെ ചെയ്യും നിങ്ങൾ മനുഷ്യർ. അപ്പം അത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ സ്വഭാവം പണ്ടേ അങ്ങനെയായിരുന്നു. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും ദൈവത്തിന് വിലയില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട ജീവിതമുണ്ട്. ആ ജീവിതത്തോട് എന്നേക്കും ബൈ പറയാൻ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള പ്രാഥമിക യോഗ്യത കിട്ടത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത് വളരുന്നതിന് പകരം ഉടമ്പടി എടുത്ത് തളർന്നു കഴിഞ്ഞാൽ ആ തളർച്ച വല്ലാത്ത തളർച്ചയായിരിക്കും എന്നുള്ള സുവിശേഷ അറിവ് പകർന്നതിന് നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള തളർച്ചകളെ ഓർത്തുകൊണ്ട് ഞാനങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. എന്റെ കർത്താവേ, കൃപാസനത്തറയിലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഗ്രന്ഥമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാചിക്കുന്നു. എന്റെ അരൂപിയെ എനിക്ക് തിരിച്ചു തരണമേ, ശക്തീകരിക്കണമേ. ദൈവിക ചൈതന്യം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിട പ്രാർത്ഥന വരമേകും സ്നേഹനാഥേ. കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിട പ്രാർത്ഥന വരമേകും സ്നേഹനാഥേ. ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എല്ലാ വിഷയത്തിനും. സൂക്ഷ്മത ദൈവം നിങ്ങൾക്കൊരു സൂക്ഷ്മത തരും. അത് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരും. ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേരിൽ അല്പം തണുത്തു പോയാലും ദൈവം തണുക്കത്തില്ല. അതെപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് ഈ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് അവരെല്ലാം ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ചിലപ്പോൾ തണുത്തു പോകും. തണുത്തു പോകാനുള്ള സാധ്യതയുണ്ടേ. പക്ഷെ ദൈവം തണുക്കത്തില്ല. തണുത്തു പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. ടേക്ക് ദ ബെഡ് ഫോർ ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ജീവൻ തിരുമോചനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. വീട്ടിലുള്ള കയ്യിരിപ്പ് മോശമാണെങ്കിലും നമ്മുടെ ദൈവസ്നേഹം തണുത്തു പോകും. ഇപ്പം നമ്മൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് തോന്നിവാസം കഴിഞ്ഞ് കണ്ടവൻ്റെ കരുത്തേക്ക് കയറി കള്ളക്കേസും പറഞ്ഞ് നടക്കുന്ന പാർട്ടി ഉണ്ടെങ്കിലേ ഇത് ഈ ആളാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ ഈ അണ്ണന്മാരുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്നേഹം തണുത്തു പോകും. 24:12 വായിച്ച്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ആകപ്പാടൊരു ആശ്വാസം ഉടമ്പടിയിൽ എന്താണെന്ന് അറിയാമോ? ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം ശ്രുതികട്ടെ ഹല്ലേലൂയ, ആരാധന. ജീവൻ തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഒന്നിരി പറഞ്ഞ്, നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ? ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടിയിലുള്ള നമ്മുടെ വിശ്വസ്തതയെ സാക്ഷികളാക്കി ഉയർത്തുന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി. ഈ വചനത്തിൻ്റെ കൂടെയാണ് നമ്മൾ മത്തായി 24:12 കൂട്ടിവെക്കേണ്ടത്. എന്താണ്? അതായത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതിൽ ഡ്രോ ചെയ്യുന്ന കൺക്ലൂഷൻസ് എന്താണ്? നമ്മൾ ദൈവസ്നേഹത്തിൽ തണുത്തു പോയാലും ദൈവത്തിന് തണുപ്പില്ല. ദൈവം ആദ്യം ഉണ്ടായിരുന്ന അതേ ചൂട് തന്നെ നമ്മളോട് വിശ്വസ്ത തന്നെ നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കും. കൈയടിക്കട്ടെ. അത് കാരണം നമ്മളല്പം ഇങ്ങനെ ഫ്രീസായി പോയാലും ദൈവം ഫ്രീസാകത്തില്ല. ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും, നമ്മളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ മതിയല്ല, നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ തന്നെ നിങ്ങളത് ഡൗൺ ആവും ഉടനെ. ഇങ്ങനെ ഡൗൺ ആയാലും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനെ തുടരുന്നത് കൊണ്ടാണ് അങ്ങനെ വരണത്. ഇപ്പം ഈ ഇവരുടെ കാര്യമില്ല. ആരാണ്? അനിത ബേബി തോമസ് അല്ലേ? അനിത ബേബി തോമസിൻ്റെ പ്രശ്നം എന്താണ്? അവർക്ക് മെഡിക്കലിൽ നിന്ന് കുഞ്ഞിനെ വേണ്ട. 9 വർഷമായി കേട്ടോ. ഒന്ന് ചിന്തിക്കണേ. ഒരു മോള് കല്യാണം കഴിച്ചിട്ട് 9 വർഷമായി, മക്കളില്ല. പക്ഷെ ഒരേ ഒരു നിലപാടാണ്. എന്താണ്? എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് മക്കളെ വേണ്ട. അങ്ങനെ വന്നാൽ അവൾ പറയണത് എൻ്റെ ഭർത്താവിനെ വിശ്വാസം വളർത്താൻ പറ്റത്തില്ലെന്ന്. എന്നാ സ്ത്രീകളായിപ്പോൾ ഉള്ളത്. അവർ പറയുന്നൊരു കാര്യമേ, മക്കളല്ല എനിക്ക് പ്രശ്നം. എന്താണ്? എനിക്ക് മക്കളെ വേണമെങ്കിൽ എൻ്റെ കർത്താവ് തന്നെ എനിക്ക് തരണം. അങ്ങനെ തന്നാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസത്തിൽ വളർത്താൻ പറ്റും. അപ്പോൾ
ഈ ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയായിട്ട് ഭാര്യ മാറുന്നൊരു കാഴ്ചയില്ലേ? കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ദൈവനാമേ, ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഈ വൈഫിൻ്റെ ഒരു വളർച്ച കണ്ടില്ലേ? എന്താണ്? ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയാകാൻ വേണ്ടി അവൾക്കൊരു കുഞ്ഞ് ലഭിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കുഞ്ഞെന്ന് പറയണത്. അത് ആ പുരുഷന്മാരെക്കാൾ അത്യാവശ്യമുള്ള സ്ത്രീകൾക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏറ്റവും വലിയ ഒരു ആവശ്യം പോലും ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വേണ്ടി അവൾ ദൈവത്തിലും തന്നെ കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുകയാണ്. അവൾക്ക് വേണമെങ്കിൽ IVF-ലേക്ക് പോകാം. ഡോക്ടർമാർ പലരും അവളോട് പറയുന്നുണ്ട്, എന്താണ് തള്ളേ, നിങ്ങളുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ വയസ്സായിട്ടാണ് കൊച്ചിനെ ജനിപ്പിക്കാൻ പോകണമെങ്കിൽ അതിന് 10-20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 70 വയസ്സാകും, വിട്ടിത്തരൊന്നും കാണിക്കേണ്ട, IVF ചെയ്യാൻ ഡോക്ടർ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഇവൾക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഭർത്താവ് ഇവളോട് യോജിക്കുകയാണ്. ഭർത്താവിന് ഇഷ്ടമുണ്ട് IVF പോകാൻ, കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് അയാളും പറയണത്. പക്ഷേ അത് ഇവളോട് പറയാനുള്ള ധൈര്യം പുള്ളിക്കില്ല. എന്താ കാര്യം? ഇവൾക്ക് അടുത്ത വിശ്വാസിയായതുകൊണ്ട് നമുക്ക് IVF-ന് പോകാമെന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മ ഉണ്ട്. അവിടെ അമ്മ പറയും, മകളെ, നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് മാതാവ് എന്നോട് പറഞ്ഞെന്ന് പറയും. അത് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത കാരണം, പിന്നെ ഡോക്ടർ ഇങ്ങനെ IVF-ന് നിർബന്ധിക്കുന്ന കാരണം ഇവളൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത്. അതായത് ഓരോ വിഷയങ്ങൾക്കാണെന്നേ ഉള്ളൂ, വ്യത്യസ്തമായ വിഷയങ്ങളെന്നേ ഉള്ളൂ. ഉടമ്പടി 3 പുതുക്കിയിട്ടും ഒരേ അടയാളം കിട്ടണില്ല. പക്ഷെ ഡോക്ടർ നിർബന്ധിക്കുന്ന IVF എടുക്കുക, പ്രായമാകുന്നില്ല എന്ന്. അപ്പോൾ ഇവള് ഉടമ്പടിയിൽ അല്പം ഒന്ന് പറഞ്ഞോളൂ തണുത്ത് അല്ല, അങ്ങനെ ഡോക്ടർ നിർബന്ധിക്കുന്നു, ഹസ്ബൻഡ് നിർബന്ധിക്കുന്നു. ഇവളുടെ കോഴ്സിന് ഇവൾ മാത്രമേ ഉള്ളൂ, സപ്പോർട്ടില്ല. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ല. സപ്പോർട്ട് എന്താണ്? അയാൾക്ക് IVF എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, മെഡിക്കലിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ നിലപാടിന് ഇവൾ മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ ആ ദൈവമാണെങ്കിൽ മിണ്ടണേയില്ല. അതാണ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ചില സമയത്ത് ദൈവം പോലും നമ്മളെ കൈവിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഇതാണ് ഈ പ്രയോജനമുള്ള ദാസനെന്ന് പറയുന്നത്. കണ്ടാ, ഒരു വ്യക്തി ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുത്ത് ഒറ്റക്കായി പോകണം കണ്ടില്ലേ? എന്നിട്ടും വിട്ടുകൊടുക്കത്തില്ല ഇവള്. പക്ഷെ ഒരു ദിവസം ഇവള് പൊട്ടിക്കരയും. പൊട്ടിക്കരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പറയും, എടി പറയുകൊണ്ടൊന്നും നീ വിഷമിക്കരുത്, വിഷമൊക്കെ പറയണല്ല, ഒക്കെ പ്രായമാകുകയാണ്, വല്ലാത്ത ഒരു പോക്കാണ് ഈ പോണത്, നീ വിശ്വാസത്തിൻ്റെ ഒരു അന്ധതയിൽ പോകുന്നു, നമുക്ക് ആണെങ്കിൽ കുഞ്ഞിനെ കിട്ടണമില്ല, നമ്മുടെ പ്രായം വല്ലാത്ത രീതിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദൈവം ഇവളെ കൈവിട്ടെന്ന് ഓർത്തുകൊണ്ട് ഇവളെ പൊട്ടിക്കരയും. എന്നിട്ട് ഇയാൾ പറയും, ചായ എനിക്ക് മെയ് മാസം വരെ ഒരു ഡേറ്റ് തരുമോ? ഇവൾക്ക് എഞ്ചണമുണ്ട്. അതായത് മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. ആ വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. വിശ്വാസിയുടെ ജീവിതമാണ്. അത് ബുദ്ധിയുടെയും യുക്തിയുടെയും ജീവിതമല്ലത്. മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. മെയ് മാസം കഴിയട്ടെ, മെയ് മാസം ഞാനും അമ്മയും തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടും. അവിടെ വിശ്വാസ യാത്ര കണ്ടില്ലേ, ഭയങ്കരമാണ് വാസ്തവത്തിലെ. എന്നിട്ട് ഇവളെ പറയണത്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ തണുത്തു പോയാലും, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, ദൈവം തണുക്കത്തില്ല. കാര്യം എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായി തുടരുമെന്ന് വാഗ്ദാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവം തണുക്കത്തില്ല, നമ്മളാണ് തണുക്കണത്. ദൈവം തണുക്കാതെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. പക്ഷേ ഇവൾക്ക് കേൾക്കാനുള്ള
ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഇവളുടെ അമ്മയോട് പറയും, എന്താണ്, 44 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകുമെന്ന്. അത് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഉടമ്പടി 3 പുതുക്കിയോ ശ്രദ്ധിക്കുക. 44 ദിവസമാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നെന്ന് ഞാൻ ആരാധന സമയത്ത് പറഞ്ഞിരുന്നു. അത് പറഞ്ഞോടുകൂടി ഈ അമ്മ അപ്പോൾ ഓരോ ഈ സന്ദേശം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളോർക്കും അത് എൻ്റെ കാര്യമല്ലെന്ന്, പക്ഷേ ആ സന്ദേശത്തോട് ബന്ധപ്പെട്ട ആളിന് ദൈവം അടയാളം കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ സന്ദേശത്തിൻ്റെ പോക്ക്. ഒരു സന്ദേശം പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദേശത്തിന് ഉടയപ്പെട്ട ആൾക്കാരുണ്ട്, ഉടമസ്ഥരുണ്ട്. അവർക്ക് അതിൻ്റെ കോഡ് കൊടുക്കും. ഇത് നിന്നെക്കുറിച്ചാണ് പറയണതെന്ന്. എനിക്കറിയാൻ പറ്റത്തില്ല അയാളെ, പക്ഷേ ദൈവം അവരോട് പറയും, ഇപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് പറയണത്, അത് നിന്നെക്കുറിച്ചാണെന്ന് പറയും. അവർക്ക് ബോധ്യം കിട്ടും. ഉടനെ അവൾ മകളോട് പറഞ്ഞു, വെയിറ്റ് 44 days, അമ്മ ഇതിനുള്ളിൽ സമാധാനം ഉണ്ടാക്കും. അപ്പോൾ ഉടനെ അവൾക്ക് ഒരു വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ സംപ്രേഷണത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കേട്ട്, ആ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ചില പൊട്ടന്മാർ, അത് ധ്യാനത്തിൽ പറയണതാണ്, ഞാൻ പറഞ്ഞ പ്രസംഗത്തിലൂടെ പറയുന്നതാണ്. ചില പൊട്ടന്മാർ 3 പുതുക്കിയിട്ട് തണുത്തിരിക്കും. അവർ ഓർക്കണം, അവരുടെ കർത്താവ് പറയുന്നു 4-ാം യാമത്തിലും ഞാൻ വരാമെന്ന്. വീട്ടില്ലേ, ആ കടലിൻ്റെ മീതെ കർത്താവ് വന്നത് എത്രയാണ്? 4-ാം യാമത്തിൽ. അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമാണ്. 3 പുതുക്കിയിട്ട് തണുത്തിരിക്കണം ഞാനാണ്. അതുകൊണ്ട് വൈകുന്നേരം തന്നെ ഓഫീസിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന്, നേഴ്സാണ്, ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അപ്പം തന്നെ രാത്രി ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? മാതാവ് തലേ ദിവസം രാത്രി പറഞ്ഞായിരുന്നു, നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. ചെവി വന്ന് പതുക്കെ പറയും. എനിക്കത് നല്ല അനുഭവമുള്ളതുകൊണ്ട് എനിക്കത് കേട്ടാൻ പെട്ടെന്ന് മനസ്സിലാകും. ഇവളിങ്ങനെ വീണ് പോണ പരുവാകുമ്പോൾ അമ്മ രാത്രി ചെവി വന്ന് പറയും, നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറയും. അതിവക്ക് വല്ലാത്ത ബോധ്യം കിട്ടും. അത് നമുക്ക് കേൾക്കാൻ പറ്റും. മലയാളത്തിൽ തന്നെ പറയണം മാതാവ്. നിങ്ങളവർക്കും ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണ്. അത് നിങ്ങൾ പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇതെന്ന് പറയണത് ദൈവാനുഭവം എന്ന് പറയണത്, ദൈവം ഒരു വ്യക്തിയാണ്. എത്രയും ലളിതമായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും ലളിതമായിട്ടാണ്. ഈജിപ്തിൽ വെച്ച് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ആൾ വരണം, എനിക്ക് കാണാം, നേരെ ഇങ്ങനെ വന്നത് കാണാം. അപ്പം ഞാനിങ്ങനെ ഒറ്റക്കൊരു മുറി കിടക്കണം, ഒരു വലിയൊരു മുറിയിൽ. മണി 3 ആയിട്ടുണ്ടെങ്കിൽ 5 മണിയുടെ വെളിച്ചമാണ് ഉള്ളത്. കയറി ഹോട്ടലിൽ കിടക്കുകയാണ്, നാട്ടിലേക്ക് പോകാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോഴാണ് 3 പേരും കൊണ്ട് വരുന്നത്. അമ്മയ്ക്ക് നല്ല പൊക്കമുണ്ട്. ആ വരവ് കാണുന്ന രാജകീയമായ വരവാണ് വരുന്നത്. അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് വല്ലാത്ത പൊസിഷനാണ്. നമുക്ക് കാണുന്ന മാതാവല്ല, നമുക്കറിയാവുന്ന ഈ കുരിശിൻ്റെ ചുവട്ടിരിക്കുന്ന മാതാവല്ലേ, ആ മാതാവല്ലേ ഇപ്പോൾ ഉള്ളത്. ആ ഭൂസ്വലോകൻ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട മാതാവില്ലേ, അതാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അവർ വരണപ്പോൾ കാണാൻ പറ്റും. അവർ വന്നിട്ട് ഈ 4 പേരുടെ എടുത്തിട്ട് വായിലൂടെ ഇങ്ങനെ കുത്തിക്കയറ്റും. അപ്പം അമ്മയുടെ എൻ്റെ തുപ്പൽ അമ്മയുടെ വായി പെട്ടായിരിക്കാൻ വേണ്ടി ഞാനൊരു അർത്ഥനിദ്രയിലാണ് ആ സമയത്ത്. ആളെ കാണാം, ഓർമ്മയുണ്ട്, ബോധമുണ്ട്, സ്വപ്നമല്ലത്. ഞാനിങ്ങനെ കൈ പിടിക്കുമ്പോൾ എൻ്റെ തുപ്പൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കൈ പിടിക്കും. അപ്പം എനിക്ക് വിസ്മയമുണ്ട്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. കാര്യം എന്തോ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതല്ല. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ 10 ദിവസം രാത്രിയും പോലും കൊന്തയിലിയ ദിവസങ്ങളാണ്. 10 ദിവസം. ഇന്നിപ്പോൾ ചില അണ്ണന്മാർ കൊന്തൊക്കെ പകരം കരുണ നമസ്കാരം മതിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിഡ്ഢിത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ദൈവം എന്താണ്, ആധ്യാത്മിക അനുഭവം എന്താണ്, ജപമാല എന്താണ്, ജപമാലയുടെ ഉള്ളടക്കങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അവർ താത്വികമായിട്ടൊക്കെ സംസാരിക്കുന്നത്. നോൺസെൻസ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാം സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മുമ്പിൽ ഞാൻ കിടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 പേര് കിടപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ ഒരു സാക്ഷ്യമാണിത്. അപ്പുറത്തും ഇപ്പുറത്തും 2 പേര് കിടപ്പുണ്ട്. ഇപ്പോൾ ഒരാളെ എനിക്കറിയാം, അത് ജോൺ മേരി വിയാനിയെപ്പോലെ ഇരിക്കുകയാണ്, വികാരച്ചന്മാരുടെ പുണ്യാളന്. അത് മധ്യസ്ഥന്. ഇപ്പോഴത്തെ ഉള്ളത് വേറെ ആൾ, ഒരു പുണ്യാളനാണ്, പക്ഷെ എനിക്കറിയത്തില്ല ആളാണ്. പക്ഷേ ഞാൻ അതിനുശേഷം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താ? അതിനുശേഷമാണ് ഈ പ്രസംഗങ്ങളും അടയാളങ്ങളും. ഇപ്പം തന്നെ കൃപാസനം യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അലക്സിസ്റ്റം പറയുമായിരുന്നു, ഈ ഓണം ആകുമ്പോൾ 50 കോടി വ്യൂവേഴ്സാണ് ഉള്ളത്.
50 കോടി ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത്. അത്രയും കണ്ടതെല്ലാം ഇങ്ങനെ പരന്ന് പോകാനുള്ള കാരണം എന്താണ്? അന്നത്തെ ആ സമാഗമമാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പലരും ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ പഴയ ഫോർമാറ്റിലാണ് എടുത്തിരിക്കുന്നത്. ഒക്കട്ടെ കിട്ടിയ കുട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അവർക്കാണ് ഇങ്ങനെ കുരഞ്ഞ് കിടക്കണത്. അല്ല, സത്യസന്ധമായിട്ട് വിശ്വസ്തതയുടെ ഉടമ്പടി എടുത്തവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒരു ദിവസം 30 സാക്ഷ്യങ്ങളാണ് ഈ ആൾക്കാരെ പറയണത്. അപ്പം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷെ സത്യമായ കാര്യങ്ങളാണെന്ന് നിങ്ങളുടെ പ്രവർത്തനം കണ്ടാൽ ദൈവത്തിന് തോന്നണം. ആ ദൈവത്തിന് തോന്നാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെ തണുത്തിരിക്കണത്. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്താ സംഭവിക്കണത്? എനിക്ക് ട്രാൻസ്ഫറാണെന്ന് എൻ്റെ മെത്രാൻ പറയും. ഞാൻ ട്രാൻസ്ഫറിൻ്റെ ആ പള്ളിയിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത് ഒരു പള്ളി പൊളിച്ചിട്ടിരിക്കണത്. ആ പള്ളി പണിയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പള്ളി വരുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ സ്വീകരിക്കുന്നതിന് പകരം 1-2 പേര് പറയുകയാണ്, അച്ഛാ പിരിവാണെങ്കിൽ നടക്കത്തില്ല, വീട്ടിൽ വന്നാൽ 5 പൈസ തരത്തില്ല, ഞങ്ങൾക്ക് കൊടുക്കാനുള്ള കാശില്ല, ഞങ്ങൾ നേരത്തെ കൊടുത്തെന്ന് പറയും. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വീകരണം അതാണ്. അപ്പം ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിലും പിരിവിന് വരത്തില്ല, പക്ഷേ നിങ്ങൾ പൈസ ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് എനിക്കറിയാമെന്ന് പറയും. എന്താ കാര്യം? ഞാൻ ആൾക്കാരെ മാതാവിന് തിരുക്കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യ ജപമാല നടത്തി. അന്ന് മുതൽ എന്താ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാക്കടങ്ങളെല്ലാം തിരിച്ച് കിട്ടാൻ പോകുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ പണങ്ങളും നഷ്ടപ്പെട്ട കാശും നിങ്ങൾ എഴുതി തള്ളിയ കാശും നിങ്ങൾക്ക് ദൈവം തിരിച്ചു തരാൻ പോകുകയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു സെബാസ്റ്റ്യൻ പരിച്ചേരി എന്നും പറഞ്ഞൊരു മനുഷ്യൻ വന്നും പറഞ്ഞ് 4 ലക്ഷം രൂപ എനിക്ക് വന്ന്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എനിക്ക് 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, എനിക്ക് തരാണ്ടായിരുന്നൊരു വ്യക്തി, അത് ഞാൻ എഴുതി തള്ളിയതാണ്, അയാൾ ഇന്നലെ കൊണ്ടുവന്ന് തന്നത്. 4 ലക്ഷം അച്ഛൻ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പണി തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പള്ളി പണിയും. എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ ജീവിതം പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് പറയണത്, നമ്മൾ ദൈവ തിരുസന്നിധി നിൽക്കുമ്പോൾ ഇപ്പം തന്നെ എന്താ വിഷയം? ഞാനിപ്പോൾ ഈ ഇടവക ചാർജ് എടുക്കാൻ വരുമ്പോൾ ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഇടവകയുടെ മധ്യസ്ഥൻ ആരാണ്? ആ ഇടവകയുടെ മധ്യസ്ഥൻ ഔസേപ്പിതാവാണ്. പക്ഷേ ഔസേപ്പിതാവിൻ്റെ രൂപത്തിനടുത്ത് ഞാൻ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഈജിപ്തിൽ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ കക്ഷി എനിക്ക് മനസ്സിലാകാതിരുന്ന കക്ഷി ഇതാണ്. അപ്പം നിങ്ങൾ ഓർക്കും എനിക്ക് ഔസേപ്പിതാവിനെ മനസ്സിലാകത്തില്ലെന്ന്. എനിക്ക് ഔസേപ്പിതാവ് മനസ്സിലാകും, പക്ഷേ ഈജിപ്തിൽ കിടന്നുറങ്ങിയ ഔസേപ്പിതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു പരിചയമുള്ള ആളല്ല. പക്ഷേ അതേ രൂപം തന്നെയാണ് ഈ പള്ളി ഇരിക്കണത്, ഞാൻ ചെന്ന പള്ളി ഇരിക്കണത്. അപ്പം അമ്മ എന്താ പറഞ്ഞത്? വികാരത്തിൻ്റെ പുണ്യാളെ കാണിച്ചിട്ട് ഈ പള്ളിയിട്ട് വികാരിയായിട്ട് നിന്നെ വിടുകയാണ്. ഈ പള്ളി അവിടെ ചെന്ന് നീ വിഷമിക്കൊന്നും വേണ്ട, പള്ളി ഞാൻ തന്നെ പണിതുകൊള്ളും, നീ വിഷമിക്കേണ്ടത് എന്താണ്? എന്നിട്ട് ഈ കൈ വായിലിറക്കി തന്നിട്ട് എന്ത് അധികാരമാണ് അമ്മയ്ക്ക്? അന്ന് മുതലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ സിമ്പിളായിട്ട് സംസാരിക്കും, ജീവിതത്തെ ബന്ധിയായി സംസാരിക്കും. ഞാൻ സംസാരിക്കേണ്ട കർത്താവ് ഏറ്റെടുക്കും, അത് നിങ്ങൾക്ക് ഫലമായി തീരും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ജീവിക്കും. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മഹത്വം, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അനിത ബേബി തോമസിന് ഒരു സംശയം തോന്നി. ഇത്രയൊക്കെ മാതാവിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് അടയാളം കാണിച്ച് വിശ്വസ്തത കാണിച്ച് നമ്മൾ തണുത്തപ്പോഴും ദൈവം ചൂടായത്തിന് നിന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോഴാണ് അവൾക്ക് മൂന്നാമത് ഉടമ്പടി പുതുക്കിയെങ്കിലുമേ അവൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോൾ അവർ മിസ്റ്റേക്ക് അവൾ കണ്ടെത്തി. എന്താണ്? അവൾ പത്രം
വീട്ടിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ, പള്ളികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാര്യം നേഴ്സ് ആയതുകൊണ്ട് പെടപെടാന്ന് ഇങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ആ ക്രിയ പോക്കാൻ വേണ്ടി ആ കണ്ടവർക്കെല്ലാം കൊടുക്കും, അത്രയേ ഉള്ളൂ. 3 പുതുക്കിയെങ്കിലും ആൾ പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ. 3 പുതുക്കുമ്പോൾ പുതുക്കുന്നതനുസരിച്ച് പ്രേക്ഷിത പ്രവർത്തനം വളരണ്ടേ? അങ്ങനെയൊന്നും വളർത്തൊന്നുമില്ല. ദൈവത്തിന് കണ്ണി പൊടിയിടാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കി അതിൽ ചെയ്തെന്ന് തീർക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊടുത്ത് ഒപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യാത്തത്. നിങ്ങൾ ഓർക്കണം കേട്ടോ, പുതുക്കിയ ആൾക്കാർ ഓർക്കണം. പുതുക്കുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തതിനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പോൾ ജീവിക്കണം നോക്കണം. അല്ല എടുത്തതിനേക്കാൾ ഗതികെട്ട ജീവിതമാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ടൊരു കഥയുമില്ല. ഇപ്പം തീഷ്ണത ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി പുതുക്കുമ്പോഴേ ഉടമ്പടി എടുത്തതിനേക്കാൾ തീഷ്ണതയോട് ജീവിക്കാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ജീവിതത്തെ മാറ്റിമറിക്കണമേ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ദൈവമേ മഹത്വം ദൈവമേ ആരാധന ഹല്ലേലൂയ ദൈവമേ വരണമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ ദൈവമേ വരണമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണമേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണമേ ദൈവമേ വരണമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വ്യക്തിയോട് എന്നതിനേക്കാൾ സൂക്ഷ്മതയോട് വേണം ദൈവത്തോട് പെരുമാറാൻ. ഒന്നാമത്തൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കുഴപ്പമെന്നൊക്കെ അറിയാമോ? എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തികൾക്കുള്ളൊരു കുഴപ്പം നമുക്ക് മറന്നു പോകും ഭയങ്കരമായിട്ട്. ഇപ്പം നമ്മൾ എത്ര ഉടക്കുണ്ടായാലുവേ ആ ആൾക്കാരെ ഉടക്കിയിരിക്കണമെങ്കിലുവേ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉടക്കിയ കാര്യം പോലും നമ്മൾ മറന്നു പോകും. എന്ത് വകുപ്പിനാണ് ഉടക്കിയെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിഷയം മറവിയില്ലാത്ത കാരണം പണി നമ്മൾ പാഴ്സൽ വാങ്ങിക്കും. അത് സൂക്ഷിച്ച് വേണം ഇടപെടാൻ. ദൈവത്തിന് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത് മറവിയില്ലാത്തതാണ്. നമുക്ക് മറവിയുണ്ട്. നമുക്ക് മറവി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം സിമ്പിൾ എടുക്കുന്നത്. ദൈവത്തിൻ്റെ ആ ബീയിങ്ങിൽ തന്നെ മറവിയില്ല. എല്ലാം ഓർത്തിരിക്കും, ക്ഷമിക്കുമായിരിക്കും. ക്ഷമിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മറക്കാതിരിക്കണത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയില്ലേ, നമ്മൾ ഉടനെ ബ്രാൻഡഡ് ആയില്ലേ. അത് കാരണമാണ് ഈ പത്രോസൊക്കെ അവസാനം വരെ നെടുവീർപ്പിട്ട് കരയുമായിരുന്നു. എന്താണ് ഈ മറവിയുടെ ട്രാക്സുകൾ മറക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തലയിലുള്ള ആ മറവിയിൽ പത്രോസ് അനുതാപത്തിനെ കണ്ണീരിട്ട് അത് മറക്കാൻ വേണ്ടി പറയും, ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ. അപ്പോഴത്തെ ഒരവസ്ഥ ചെയ്തു പോയതാണ്. അയാൾ ഒറ്റപ്രാവശ്യമല്ല, മരണം വരെ അയാൾ കരയുമായിരുന്നു. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ, നീ ഇത്രയൊന്നും ചിന്തിച്ചില്ല, നീ മറന്നോ. എന്നിട്ട് ഈ മനുഷ്യൻ കണ്ണീര് കൊണ്ട് കർത്താവിന് തലച്ചോറ് കഴുകും. ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗിക ബിംബാർത്ഥങ്ങളുമാണ് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ അർത്ഥങ്ങളല്ല മനസ്സിലാക്കേണ്ടത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുതാപത്തിന് മാത്രമേ ദൈവത്തിൻ്റെ മറവിയെ സബ്സിഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചെങ്കിലും നിങ്ങൾ ഞെളിയരുത്, മറിച്ച് ദൈവദൃശ്യനെ പത്തോസിനെപ്പോലും നിൽക്കണം അവസാനം വരെ. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറന്നു കളയണം, നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം, അതല്ല എനിക്ക് വേണ്ടത്, നീ മറന്നു കളയണം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എണ്ണമറ്റ പാപങ്ങളെ നീ മറച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഇതിന് വീണ്ടും ഇവളെന്ത് ചെയ്യുന്നത്, ഈ പള്ളിയിൽ കൊടുക്കുന്ന ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും. 4-ാമത്തെ യാമത്തിലും കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് 4-ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും മൊത്തം. കാര്യം എന്താ, ഭർത്താവിന് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചയൻ മെയ് മാസം വരെ വെയിറ്റ് ചെയ്യണം. മെയ് മാസം ഒന്ന് കഴിയണ വരെ, മെയ് മാസത്തിൽ അമ്മ എന്നെ സഹായിക്കും, എനിക്കറിയാം. ആ വിശ്വാസത്തിലൊക്കെ നിൽക്കുകയാണ് ആൾ. എന്നിട്ട് എന്ത് ചെയ്ത്, പ്രവർത്തനങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്ത്. എന്താ ചേഞ്ച് ചെയ്ത്, പള്ളി കൊടുക്കുന്ന പത്രം നേരെ കൊണ്ട് ഓട്ടോസ്റ്റാൻഡിൽ കൊടുക്കാൻ തുടങ്ങി. ചേഞ്ച് ചെയ്ത ആൾ പള്ളി കൊടുത്ത് ആൾക്കാരെ ഈ വിശ്വാസികൾക്ക് തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുകയല്ലേ, അതുകൊണ്ട് അവിശ്വാസികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ കാര്യം, ദൈവത്തിന് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. എന്താ കാര്യം, നമ്മളെ ആദ്യമേ കണ്ടായിരുന്നു 25:30 എന്താണ്, പ്രയോജനമില്ലാത്ത ഈ ദാസനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം. അല്ല നമ്മളെന്ത് വിഷയം വെച്ചാൽ നമുക്കെന്ത് പ്രയോജനം, കൊച്ചു മാനസാന്തരപ്പെട്ട, ഭർത്താവിൻ്റെ കള്ളുകുടി മാറിയ, മകന് അഡ്മിഷൻ കിട്ടിയ, വിസ പ്രോസസ്സായ, നമുക്കെന്ത് പ്രയോജനം എന്നാണ് ചിന്തിക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കണത്, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം നിങ്ങൾ കെട്ടിയെടുത്ത് അലങ്കരിച്ച് ഇറങ്ങിയിരിക്കുക. ദാറ്റ് ഇസ് നോൺ സെൻസ്. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തോടുള്ളൊരു മാന്യത നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുള്ള ഫോർമാറ്റിൽ തന്നെ വർക്ക് ചെയ്യണം. ഇവൾ പറയണതേ, ഇവൾ സന്ധ്യക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന്, ഒറ്റ പെണ്ണാണ്. അപ്പോൾ അവർ ഓട്ടോക്കാരെല്ലാം കൂടി ഇവളെ വളഞ്ഞപ്പോൾ പറഞ്ഞ്, നിങ്ങൾ മതം മാറ്റാൻ നടക്കുകയല്ലേ, ഇത് തോന്നിയോസല്ലേ കാണിക്കണത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ മതം മാറ്റമൊന്നുമല്ല, ചേട്ടൻ വായിച്ചു നോക്ക്. അതായത് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് അതിജീവിക്കണം വിശ്വാസമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവസാനം ഇവരെല്ലാം പത്രം ഇവരോട് ചോദിച്ച് വാങ്ങിക്കണ കണ്ടീഷനായി. നോക്കിയാൽ ഒരാളെ നോക്കിയാൽ, ആദ്യം ഈ ആണുങ്ങളെ കാണുമ്പോൾ കൂട്ടത്തിൽ സന്ധ്യക്ക് ആണുങ്ങളെ കൂടി നിൽക്കുമ്പോൾ പേടിയേണ്ട ആളാണ് അവരോട് 20 പേരോട് ഒരുമിച്ച് സുവിശേഷം പറയുകയാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട്. അപ്പോഴേ ദൈവത്തിന് മനസ്സിലാകും ഇത് ആൾ വേറെ മാറിയ ആൾ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് വളരെ ഇടിറ്റ വിശ്വാസിയായി മാറുകയാണ്. തന്നെയല്ല, കർത്താവിന് പ്രയോജനമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോഴെന്ത് പോയി, മെയ് 15 ഇപ്പം ദിവസം മാറുകയാണ്, ദിവസം പോവുകയാണ്. പക്ഷേ മെയ് 15 കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി. അപ്പോൾ നോക്കിയേ, എനിക്ക് ഇച്ചായനോട് പറയുന്നത്, അതായത് ഭർത്താവിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അവൾ ഒരു ഡേറ്റ് ഇടുകയാണ്, ദൈവമായിട്ടൊരു സമയം കുറിക്കുകയാണ്. മാതാവിൻ്റെ മാസമാണ്, മാതാവ് എനിക്ക് തീർച്ചയായിട്ടും കുഞ്ഞിനെ തരും, മെഡിക്കൽ സയൻസ് അല്ലാതെ തന്നെ എനിക്ക് കുഞ്ഞിനെ കിട്ടും, എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം ഞാൻ ഇതിലൂടെ നിലനിർത്തും. എന്തെല്ലാം മെൻറ്റേഷൻസാണ് എടുക്കണമെന്ന് നോക്കിയേ. അതായത് ഉടമ്പടി ഇക്കാലങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വലിയ സുവിശേഷ സാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തുന്ന നമുക്ക് കാണാം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. അമ്മ മറന്നാലും ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഇപ്പം നിങ്ങളുടെ ഓരോ ഹിസ്റ്ററി, കേസ് ഡയറി പരിശോധിച്ചാലും മനസ്സിലാകും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വസ്തത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യം, നമ്മളിങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വാഗ്ദാനം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാം. അവിടെ ആ മേഖലയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഇതിന് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയും. ഇപ്പോൾ ഇവളൊരു ഡേറ്റ് ഇട്ടിച്ച്, അത് ഇപ്പോൾ 9 കൊല്ലം മക്കളില്ലാഞ്ഞ ആളാണെന്ന് ഓർക്കണം. 9 കൊല്ലം മക്കളിരുന്ന ആളിനെ ഇവർ പറയണ ഒരു മെയ് മാസം തന്നെ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ ഇവൾക്ക് പറ്റുമോ? ഇവൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൈവ സ്പേസ് ഉണ്ട്. ഇതിനെ മാനേജ് ചെയ്യാൻ സാധാരണ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല, എക്സെപ്റ്റ് കവനൻറ്റ്. അതാണ് എന്തുകൊണ്ട് വൈ ഷുഡ് ടേക്ക് കവനൻറ്റ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ചില അപൂർവ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാം, നമ്മളവിടെ നിസ്സഹായരാണ്. ഇപ്പോൾ ഇവർ മെയ് മാസം പറഞ്ഞു. ആ മെയ് മാസം ചിലപ്പോൾ ഒക്ടോബർ ആഴ്ച, മെയ് മാസം ജൂണായി കഴിഞ്ഞാൽ ഇവിടെ IVF എടുക്കേണ്ടി വരും, സംശയമില്ല കാര്യത്തിൽ. അപ്പം അവിടെ സമയത്തിന് മേലെ അധികാരമുള്ള സഞ്ചാരി മാതാവ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതെന്താ സമയത്തിന് മേലെ അധികാരമാണ് കാണുന്നത്. മെയ് മാസം ഇവളെ കുറിച്ച് കൊടുത്ത ഡേറ്റാണ്, അല്ല മാതാവ് കുറിച്ച് കൊടുത്ത ഡേറ്റ് അല്ല. മെയ് മാസം ഇച്ഛായ മെയ് മാസം അമ്മയുടെ ദിവസമാണ്. മെയ് മാസം ഒന്ന് കഴിയട്ടെ, മെയ് മാസത്തിൽ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് പിന്നെ അങ്ങനെ പ്രത്യാശിക്കാനേ പറ്റത്തുള്ളൂ. ചെയ്യേണ്ടതാരാണ്? ദൈവമാണ്. അപ്പം ദൈവത്തിന് മാത്രം ഇറങ്ങി നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവം തന്നെ ചെയ്യണം. അപ്പം അതെന്ത്, ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യസന്ധരും പ്രയോജനമുള്ള ദാസന്മാരെ മാറണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങള് ദൈവം ചെയ്യുന്നതിനായി ഉടമ്പടി പ്രകാരം എൻ്റെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ നന്ദി, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, 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 ജീവന്റെ തിരുഭൂജി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ എയിലിൻ കോട്ടയം എന്നും പറഞ്ഞ് ഒരു ജർമ്മൻ വിദ്യാർത്ഥിയാണ്. ഇന്ന് ജർമ്മനിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറയണത്, ഇവർക്ക് ജന്മന കേൾവി 25% ഇല്ല. ജന്മന കേൾവി 25% ഇല്ല. ആ ടെസ്റ്റ് ചെയ്തതാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂട്ടുകാർക്ക് എല്ലാവരും വീട്ടുകാർക്കറിയാം ഇവർക്ക് പകുതി കേൾവിയേ ഉള്ളതെന്നറിയാം. അപ്പോൾ ഇവരെല്ലാം ധരിച്ചിരിക്കണ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വാക്സ് വരും ചെവിയിൽ നിന്ന് എപ്പോഴും. അപ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും, 6 മാസം കൂടുമ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കേൾവി ഉണ്ടല്ലോ. അപ്പോൾ അവൾ വിചാരിക്കും ക്ലീൻ ചെയ്ത കൊണ്ടാണ് കേൾക്കണമെന്ന് വിചാരിക്കും. ചെറിയ കേൾവിയുണ്ട്, 75% കേൾവിയുണ്ട്, ഫുള്ളായിട്ട് കേൾവിയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതിങ്ങനെ ചെവിയും കൊണ്ട് ഇരണ്ടി വരും. ചെറിയ ശബ്ദം കുറച്ചാൽ പറയണമെന്നുണ്ടെങ്കിൽ രഹസ്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജന്മമാണ്, ഒരു ജീവിതമാണ്. അപ്പം അത് ഈ വാക്സ് ക്ലീൻ ചെയ്തിട്ടും പിന്നെ കേൾവി
അത്ര മെച്ചപ്പെടാതെ ാണ് ഇവൾ ടെസ്റ്റ് ചെയ്യണത്. ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കുമ്പോഴാണ് പറഞ്ഞത് 20% കേൾവിയുള്ളൂ എന്ന് പറയും. അത് പിന്നെ ഇതിൻ്റെ സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സിസ്റ്റുണ്ട് തലയിൽ, ചെവി ഞരമ്പിന് കർണഞരമ്പിന് സിസ്റ്റുണ്ട്, പിന്നെ അത് സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന എന്തോ ഒരു ബ്രെയിനിൽ എന്തോ ഒരു വിഷയമുണ്ട്. അത് ഓപ്പറേഷൻ കൊണ്ടും ശരിയാകണത് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ പാതി കേൾവിയും കൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പോൾ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജർമ്മനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ചികിത്സക്ക് പിന്നെ ഒരു ചികിത്സ എടുത്തിട്ട് പിന്നെ ലീവിന് പോയപ്പോൾ ചികിത്സ എടുക്കുമല്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു കേസ് സ്റ്റോറി എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ദൈവം എങ്ങനെയാണ് ഈ ഉടമ്പടി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്നും സ്റ്റിയർ ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഉടമ്പടിക്കാരെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശ്രദ്ധയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളും വീണ്ടും പഴയ ആൾക്കാരായിട്ടല്ല ജീവിക്കണത്, ശ്രദ്ധയില്ലാതെയാണ് ജീവിക്കണത്. പലപ്പോഴും രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യല്, സന്ധ്യയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന ചെയ്യല്, പല രോഗികളൊക്കെ കണ്ട് കുറച്ച് പത്രമൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ സാധാരണ 50% അങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പിന്നെ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള ആൾക്കാരായിട്ട് മാറിയിട്ട് പിന്നെ ഉടമ്പടി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് വ്യക്തിയാണെന്നുള്ള ബോധം വർദ്ധിപ്പിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം എന്താ ദൈവത്തിന് തോന്നണം നിങ്ങൾ ഉടമ്പടിയിലാണെന്ന്. എന്നാൽ ഇത് എളുപ്പമാണ്. ഇവരിങ്ങനെ വൃത്തിമേനയായിട്ട് ഉടമ്പടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ വൃത്തിമേനയായിട്ട് ഉടമ്പടി ചെയ്യുന്ന കാരണം ഇവർ ഒരു സ്പെഷ്യൽ ഒരു ആശുപത്രി ചെന്നപ്പോൾ വേറെ എന്തോ അസുഖത്തിനാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നത്. അവിടെ ഈ കേൾവിക്കുള്ള 20% കുറവ് ആ ഡോക്ടറിനോട് പറയും ഇവർ. ഞാൻ ആശുപത്രി പേരൊന്നും പറയണില്ല, അത് ശരിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവളുടെ അപ്പൻ, ഈ എയിലിൻ്റെ അപ്പൻ ഡോക്ടറിനോട് പറയും, ആ ഇയറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റിലാണ്. അതുക്ക് മുമ്പ് ഇവരൊരു പണി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം ചെവി തേക്കും, പ്രാർത്ഥിച്ച്. ചെവിയുടെ അകത്തൊഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ തേച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് എവിടെ തേച്ചാലും നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാവും. അല്ല മണ്ണാക്കി തന്നെ കൊണ്ട് ഒഴിക്കണം നിർബന്ധമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വാസമാണ് അപ്ലൈ ചെയ്യണം. ഉടമ്പടി തൈലത്തെ നല്ല ഹീൽ ചെയ്യണത്, ഉടമ്പടി തൈലത്തെ ബ്ലെസ് ചെയ്ത് ദൈവമാണ് നിങ്ങളെ ബ്ലെസ് ചെയ്യണത്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തിൽ വേണം അപ്ലൈ ചെയ്യാൻ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്ന ഹൃദയത്തിൽ ദൈവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലാണ് ഇത് വിശ്വപ്രമാണം ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത്. അല്ല വെറുതെ ഇങ്ങനെ എണ്ണ തൂക്കണ പോലെ മരുന്ന് തൂക്കണ പോലെ ഓയിൽമെൻ്റ് ഇടണ പോലെ ഇടരുത്. ബുദ്ധിബോധമില്ലാത്ത കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ആപ്ലിക്കേഷൻസ് എന്ന് വേണ്ടത് ഫെയ്ത്താണ് ആപ്ലിക്കേറ്റ് ചെയ്യണത്, അല്ലാതെ ഓയിലല്ല ആപ്ലിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഫെയ്ത്താണ് ആപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. അപ്പോൾ ഏകാഗ്രതയോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവളുടെ അപ്പം പറയും, ഞങ്ങൾ ഒരു വിനീത് ഡോക്ടറിനെ കാണാൻ പോവുകയാണെന്ന് പറയും. വിനീത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. വിനീത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നത്. ഞങ്ങളുടെ ENTയുടെ കാര്യത്തിന് വിനീതിനെയാണ് കാണുന്നത് പറയും. ഉടനെ ആ ഡോക്ടർ പറയും, നിങ്ങൾ വിനീതിനെ തന്നെ കാണണം, വിനീതാണ് ഇതിൻ്റെ എക്സ്പേർട്ട്, അതുകൊണ്ട് ഞാൻ ഫയൽ അങ്ങോട്ട് മാറ്റുകയെന്ന് പറയും. അതിൻ്റെ ഫയൽ നിങ്ങൾ വിനീതിനെ പോയി കണ്ടോളാൻ പറയും അടുത്ത മുറിയിൽ. അപ്പോൾ ഇവർക്ക് ആ പാടൊരു കുഴപ്പം എന്തൊരു കുഴപ്പം സംഭവിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിനീത് എന്ന് പറഞ്ഞ ഡോക്ടർ ഇവിടെ ഇരിക്കുന്ന ഡോക്ടറല്ല, ഇവളെ ചികിത്സിക്കുന്ന ENT ആണ് കോട്ടയത്ത്. അത് ആ ഡോക്ടറിൻ്റെ പേര് വിനോദം എന്നാണ്. നിങ്ങൾ കാര്യം ഒരു കഥപട പോക്കണ്ട. ആ ഡോക്ടറിൻ്റെ പേര് വിനോദം എന്നാണ്. ഈ അപ്പന് തെറ്റിപ്പോയതാണ്. അപ്പം പറഞ്ഞത്
വിനോദ് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുന്നതിന് പകരം ഈ അപ്പം പറയാണ് വിനീത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയും. അപ്പോൾ ഈ ഇരിക്കുന്ന ഡോക്ടർ പറയാണ് വിനീത് അപ്പുറത്തെ പോരിലുണ്ട്, ചെന്ന് കാണാൻ പറയും. പുറത്തിറങ്ങിയപ്പോൾ മാതാവിൻ്റെ ചാര കളറുള്ള ഒരു മുറി, അതിൻ്റെ അടുത്ത് ഡോക്ടർ വിനീത് എന്ന് എഴുതി വെച്ചിരിക്കണം, ENT സ്പെഷ്യലിസ്റ്റ് എന്ന്. വിനീതിൻ്റെ അടുത്ത് ഇവർ ചെല്ലുമ്പോൾ വിനീത് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് പറയും നിങ്ങളുടെ കേൾവി നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കേണ്ട കുഴപ്പമില്ലെന്ന്. ഇതാണ് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് ഡോക്ടറാണ് ഇവരുടെ. വിനോദിനെ കാണാൻ പോകണമെന്ന് പറയുന്നതിന് പകരം അപ്പനെ കൊണ്ട് വിനീതെന്ന് പറയിപ്പിച്ച്, അത് ദൈവം മാത്രമാണ് പറയിപ്പിക്കാതെ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പനെ അറിയത്തില്ല ഇങ്ങനെ ഡോക്ടർ ഇവിടെ ഉള്ള കാര്യം. അത് അപ്പൻ തെറ്റി പറയിപ്പിച്ചതാണ്. പക്ഷെ തെറ്റി പറഞ്ഞെങ്കിലും മാതാവിൻ്റെ മുമ്പിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ശരിയായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉടമ്പടി എടുത്ത് ഇവളെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇവൾ ഓക്കെ ആയി. ആ ഡോക്ടർ ഹീലൊന്നും ചെയ്തില്ല. വിനീത് ഡോക്ടർ ഒന്നും ഇവർക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്തപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവൾക്ക് എപ്പോഴാണ് കേൾക്കാൻ പറ്റിയത്? ആൾക്കാരെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മാതാവൊക്കെ കേൾവി കൊടുത്തു. എന്നിട്ട് അത് കേൾവിയൊക്കെ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാതാവ് അവളെ കൊണ്ടുപോയത്. വിനോദിന് പകരം വിനീതിനെ കൊണ്ടുപോയി കൊടുത്തിട്ട്, അതായത് അമ്മ ഇങ്ങനെ കൂടെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും നമ്മുടെ കൂടെ അങ്ങ് സംശയിക്കുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയണത് നീ ഉടമ്പടിയിലാണ് നമുക്കത് മനസ്സിലാകണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ഉണ്ടാകുന്നൊരു വിഷയം ഈ ദൈവ സ്പേസിൽ ദൈവം മാത്രം ചെയ്യുന്ന ചില കാര്യമുള്ളതുകൊണ്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയാലും പിന്നെയും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ കാര്യം? ദൈവത്തിൻ്റെ അതർ എൻഡിൽ ദൈവമുണ്ട്. കാരണം ബയലാറ്ററൽ എഗ്രിമെൻറ്റിലാണ്. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയാലും നമുക്ക് പിന്നെ ഹോപ്പുണ്ട്. അതാണ് ഈ ഉടമ്പടി ഏറ്റവും വലിയ ഗുണം. അതാണ് ചിലപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ എന്നാലും ഇപ്പം നിങ്ങളുടെ പഠനമോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു എടുക്കണതോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞാലും എഴുതി തള്ളിയാലും അതുപോലെ ഇങ്ങനെ എന്ത് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കൈ വിട്ടുപോയാലും പിന്നെയും നമുക്ക് ഹോപ്പുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ അതർ എൻഡിലുള്ള ദൈവമാണ്. നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം.
നേടിയതിനെ എപ്പോഴും മുറുകെ പിടിക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. നേടിയതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ദിവ്യകാരുണ്യം അരുളി പാടി വാഴ്ത്താം പാടി വാഴ്ത്താം പാവന സ്നേഹമേ പാടി വാഴ്ത്താം പാടി വാഴ്ത്താം പാവന സ്നേഹമേ. ഫിലിപ്പി 3:16. ഫിലിപ്പി 3:16. എന്നാൽ എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. പോരെ. ഇപ്പോൾ ഒന്നാമത് പുതുക്കിയാലും രണ്ടാമത് പുതുക്കിയാലും മൂന്നാമത് പുതുക്കിയാലും ഈ പുതുക്കലിലൂടെയെല്ലാം നേടിയെടുത്ത ദൈവാനുഗ്രഹം, നേടിയെടുത്ത ആധ്യാത്മിക പ്രതിബദ്ധത, നേടിയെടുത്ത പ്രാർത്ഥനാ ജീവിതം അതെന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. അല്ലാതെ ഒന്നാമത് ഉണ്ടായിരുന്ന അരൂപി ഇപ്പോഴില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉടമ്പടി ബ്രേക്ക് ആവും. കാര്യം ദൈവം, അത് ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഒന്നും മറക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് സ്മിർനായിലെ സഭയെ പറയണത്, എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം. ചേട്ടയ്ക്ക് ഇവിടെ ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയേ ദിവ്യകാരുണ്യം അരുളി പാടി വാഴ്ത്താം പാടി വാഴ്ത്താം പാവന സ്നേഹമേ. വെളിപാട് 2:4-5. വെളിപാട് 2:4. എങ്കിലും പറഞ്ഞു ഏറ്റു പറഞ്ഞ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ആദ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉശിരും തീഷ്ണതയും ഉത്സാഹവും രണ്ടാമതോ മൂന്നാമതോ ഉടമ്പടി പുതുക്കിയാൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ മറന്ന പോലെ ദൈവം ഉടമ്പടി മറന്നിട്ടുണ്ടെന്ന്. ദൈവം മറന്നിട്ടില്ല. ദൈവം പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ആദ്യം നിനക്ക്, നീ എന്തുമാത്രം ദൈവസ്നേഹത്തിൽ വളർന്ന ഒരു ദിവസം എനിക്കറിയാം, അത് എൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്രയും ചൈതന്യം ഇന്ന് നിനക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഓരോ തവണകള് ഉടമ്പടി പുതുക്കുമ്പോൾ മുമ്പത്തെക്കാൾ ചൈതന്യത്തോടെ ദൈവത്തിന് പ്രയോജനമുള്ള സുവിശേഷ വേലക്കാരായി സാക്ഷികളായി എന്നെ ഉയർത്തണമേ, എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ രസകരമായൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ.
അതൊരു അക്രൈസ്തവ സഹോദരി പറഞ്ഞതാണ്. അവിടെ പേര് സജിനി സുരേന്ദ്രൻ. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് സജിനി സുരേന്ദ്രൻ. ഇവരുടെ വാർഡിൽ 40 വർഷമായിട്ട് ഒരു നടവഴി, ജനങ്ങളെല്ലാം പകുതി മുക്കാലും അതിലാണ് പോകണമെങ്കിലും മഴക്കാലമാകുമ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ റോഡ് മുങ്ങിപ്പോവും, ആ വഴി മുങ്ങിപ്പോവും, പിന്നെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ പ്രോജക്റ്റ് അനുസരിച്ചുകൊണ്ട് ഇവർക്ക് റോഡ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ വലിയ സങ്കടപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർ മെമ്പറായ കാലം മുതൽ ഇവർ മുനിസിപ്പൽ ഓഫീസിലും അവിടെ തന്നെ മുനിസിപ്പൽ കമ്മിറ്റിയിലും പറഞ്ഞ് അവസാനം ഇവർക്ക് റോഡ് അനുവദിച്ചത്. റോഡ് അനുവദിച്ചപ്പോൾ എന്താ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണത്. അപ്പോൾ 3 മീറ്റർ റോഡിൻ്റെ അപ്പുറത്ത് വിടണം. സാധാരണ പഞ്ചായത്ത് റോഡിനേക്കാൾ വീതിയുണ്ട്. അതിനെല്ലാം ഒരു കൺസെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ പുഞ്ചപ്പാടത്തെ കൺസെൻറ്റാണ്. 20 പേരുടെ ഇടയ്ക്ക് 20 പേരുടെ ആൾക്കാർക്ക് എന്ന് ഈ 1.5 കിലോമീറ്റർ താമസിക്കുന്ന 20 അണ്ടപ്പേരുണ്ട്. അതെല്ലാം തപ്പിയെടുത്ത് ഓരോരുത്തരൊക്കെ കൈമാറി പോയി അതൊക്കെ വാങ്ങിച്ചെടുത്ത് അവസാനം കൺസെൻറ്റെല്ലാം ഒപ്പിച്ച് കൊണ്ട് മുനിസിപ്പൽ ഓഫീസിൽ കൊടുത്ത് ഇവർക്ക് റോഡ് സാങ്ഷനായി. പിന്നെ എന്താ ചെയ്യേണ്ടത്, പ്രോജക്റ്റ് എഴുതി പോകണം. അതിന് ആണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് അതിൻ്റെ ആൾ. അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് പ്രോജക്റ്റ് എഴുതി ടൈം ബൗണ്ടായിട്ടല്ലാണ്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എല്ലാ കൺസെൻറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ കൊടുത്തിട്ട് പോയി. അപ്പോൾ സംഭവം കിട്ടി. കാര്യം മുനിസിപ്പൽ കമ്മിറ്റി തന്നെ ഇടിപിടിച്ച് മേടിച്ച റോഡാണത്. പക്ഷേ അത് എല്ലാം സെറ്റായിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ആശ്വാസമായി. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ചെന്ന് സെക്രട്ടറി കണ്ടപ്പോൾ സെക്രട്ടറി ഓക്കെ അല്ലേ, ഇനി നമുക്ക് മുന്നോട്ട് പോകാമല്ല. അപ്പോൾ മാഡം ഓക്കെ അല്ല, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇത് പ്രോജക്റ്റ് വിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചങ്കിരി ഇടുത്തി പോലെ, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, എനിക്കത് മനസ്സിലാവും. ഞാൻ ഈ റോഡ് ഉണ്ടാക്കാനൊക്കെ കുറേ നടന്നിട്ടുള്ള കാരണം എനിക്ക് പെട്ടെന്ന് അവർ പറഞ്ഞൊക്കെ മനസ്സിലായി. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ക്ഷോഭിക്കണോ, അവർ വന്നിട്ട് ഇവരോട് പറഞ്ഞ് ഇത് ഞാൻ മെമ്പറായിട്ടിരിക്കണില്ല, ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ ഇനി വരത്തില്ല ഇങ്ങോട്ട്, വന്നിട്ട് കാര്യമില്ല. ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയാണ് അവരെന്നെ ജയിപ്പിച്ച് വിട്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് മെമ്പറിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അവർ സെക്രട്ടറിയോടും മറ്റെല്ലാവരും പറഞ്ഞ്. പക്ഷേ എന്താ അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് എയോട് പോയി ചോദിക്കാൻ പറഞ്ഞ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറോട് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പറഞ്ഞു, മാഡം ഇനി 3 മാസമേ ഉള്ളൂ ഈ പ്രോജക്റ്റ് ലാപ്സാകാൻ. അതിനുള്ള 1.5 മാസം വേണം എസ്റ്റിമേറ്റ് എടുക്കാൻ. 1.5 മാസം കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് സാങ്ഷനായി വന്നാൽ 1.5 മാസം കൊണ്ട് പണി തീരത്തില്ല. പിന്നെ നമ്മൾ കൊടുത്ത് അവസാനം കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രോജക്റ്റ് വിട്ടില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവർ സങ്കടപ്പെട്ട് പോകുന്നപ്പോൾ ഇവരുടെ ഇരിപ്പും നടപ്പും വീട്ടിൽ വരുന്നുള്ള ചേട്ടയെ കണ്ടപ്പോൾ ഇവരെ ഭർത്താവ് വിചാരിച്ച് ഇവർ ഇതായി പോകുമെന്ന് പറഞ്ഞ്, അതായത് ഇവർക്ക് വട്ടായി പോകും. അപ്പോൾ പറഞ്ഞ് എടിയാ റോഡ് നാട്ടുകാരാണ്, അത് വേണമെങ്കിൽ റോഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും, നീ എന്തിനായിട്ട് ടെൻഷൻ അടിക്കണത്, നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ടത്, നിന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, അതൊക്കെ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ആളെ നഷ്ടപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇവരോട് ചൂടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറയും, ഇവർ ഉടമ്പടി എടുത്ത് വെച്ചും ഇവർ നേരെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഇവിടെ ഈ റോഡിടാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് കഴിയുമ്പോൾ, മാതാവേ നിൻ്റെ റോഡാണ്, നിനക്ക് വേണമെങ്കിൽ ഈ റോഡ് വേണം. ഇപ്പം കാര്യം എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇവിടെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഫയൽ പൊങ്ങണമെങ്കിൽ അമ്മ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ റോഡ് അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച്, മാഡം റോഡ് പാസ്സായിട്ടുണ്ട് കേട്ടാ. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. അവിടെ വിശ്വാസത്തെ ഇപ്പം അവരൊരു ധ്യാനം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു ധ്യാനത്തിൽ. ഇപ്പം ധ്യാനം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ എല്ലാവരും ഇപ്പോൾ ഈ ധ്യാനപ്രസംഗം കേട്ടാൽ രക്ഷപ്പെടണത്. അവരുടെ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ ഏതോ ഒരു ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം നിങ്ങൾ ഹെഡ് മാസ്റ്ററാണ്, നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, തഹസിൽദാറാണെന്നൊക്കെ പറഞ്ഞാൽ
നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പത്രവിതരണത്തിനാണ്. കാര്യം അത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യം. 2 കാര്യത്തിനാണ് ഉടമ്പടി കൂടുതൽ മാർക്ക് കിട്ടുന്നത്. എന്താണ്? സാക്ഷ്യം പറയണതിനും പത്രം കൈമാറുന്നതിനും. ഇത് രണ്ടും ചമ്മലുള്ള പരിപാടിയാണ്. നമ്മുടെ തലക്കനുള്ള ആൾക്കാർ ഈ സംഭവം ചെയ്യത്തില്ല. അല്ലെങ്കിൽ കുരങ്ങനെ കൊണ്ട് ചുടുപായസം കുരക്കണ പോലെ ഭാര്യനെ കൊണ്ട് മക്കളെ കൊണ്ട് അത് ജയിക്കും. അല്ലെങ്കിൽ ചില ഇടുപ്പി പെമ്പിടരാണെങ്കിൽ പപ്പാനെ കൊണ്ട് ജയിക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. തലക്കന ഉള്ളവർക്ക് ഉടമ്പടി പറഞ്ഞിട്ടില്ലെന്ന്. എന്നുവെച്ചാൽ അവർ എളിമപ്പെടണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്തതാണ്? അവിടുത്തെ ദാസിയുടെ വിനീതാവസ്ഥ. അതാണ് മാതാവിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 1:48-49. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിച്ചാൽ പോരെ. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉടമ്പടി. പക്ഷെ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൂക്ക 1:48-49 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കാരണം എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ, താഴ്മ തെക്കൻ പാർത്തു. അപ്പോൾ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും പത്രം കൊടുക്കേണ്ടി വരും. അതാണ് വിഷയം. അതേ വിഷയം. അപ്പം താഴ്ന്ന ആളല്ലെങ്കിൽ, നമ്മൾ എളിമപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ നടക്കത്തില്ല. വലിയൊക്കെ ചെറിയ കാര്യങ്ങൾ നടക്കും. അപ്പം അത് എപ്പോഴും അത് ഞാൻ പറഞ്ഞ കാരണം ഈ മെമ്പർ എന്ത് ചെയ്യുന്നറിയോ? മെമ്പർ പത്രം എടുത്ത് വെച്ച് അവർ വർക്ക് ചെയ്യണത്, അവർ മെമ്പറാണ്. പിന്നെ അവർ വർക്ക് ചെയ്യണത് നോൺ ക്രിസ്ത്യൻ ഏരിയയിലാണ്. മെമ്പറിനൊക്കെ ഭയങ്കര പ്രയാസമാണ്. മാതാവേ വലിയൊരു വല്ലതും പറയാമോ? ഞാൻ നിങ്ങൾ രാഷ്ട്രീയക്കാരത്തിയായിട്ട് പിന്നെ ഇതും കൊണ്ട് നടക്കണമെന്ന് ചോദിക്കും ആൾക്കാർ. അങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എങ്കിലും അതിനെല്ലാം മറികടന്ന് ചോദിക്കട്ടെ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ജോലിയല്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പത്രം എടുത്ത് അകത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായിടത്തും പോകും. മാതാവിനോട് ഒരു കാര്യം പറയും, ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ ഒറ്റ പത്രം പോലും ബാക്കി ഉണ്ടാകരുതെന്ന് പറയും. എന്നിട്ട് പോയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ അവരെല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പോൾ ദൈവതിരുസന്നിധി പ്രയോജനമുള്ള വ്യക്തികളായി മാറുമ്പോൾ അവർ ഉപ്പിട്ടാൽ മതി. എന്താ കാര്യം? പയല് താനേ പൊങ്ങും. എന്താ കാര്യം? ദൈവം അത് ഏറ്റെടുക്കണതാണ്. എൻ്റെ മക്കളെ, ഈ ഉടമ്പടി ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയണത് നിങ്ങൾ സത്യസന്ധരാണെന്നും ദൈവത്തോട് വിശ്വസ്തമുള്ളവരാണെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് സർവോപരി പ്രയോജനമുള്ള വ്യക്തികളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്റെ പൊസിഷൻ എന്തായാലും ഇടം വലം നോക്കാതെ കർത്താവിന്റെ ജോലി ചെയ്യാൻ, സുവിശേഷ വേല ചെയ്യാൻ, വിശ്വാസ കൈമാറ്റത്തിനായി, സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യണം. രോഗസൗഖ്യ പ്രാർത്ഥന. ജോലി, വീട്, വിവാഹം, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, അങ്ങനെ തടസ്സങ്ങളെ ബന്ധിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അവരിൽ രോഗികളായിട്ടുള്ളവരുടെ മേൽ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം വയ്ക്കണമേ. ഓരോ രോഗികളുടെ മേലും അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം സ്പർശിക്കണമേ. തൊണ്ടയിലെ രോഗികള്, ടോൺസിലൈറ്റ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ഉദര രോഗികള്, അൾസർ രോഗികള്, രോഗമുള്ളവര്, ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവര് കർത്താവിന്റെ രക്തത്താൽ നനക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയെങ്കിലും ആ അവർ വിചാരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം എത്തിപ്പെടാത്തവർ ഒക്കെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. എൻ്റെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, മഹത്വം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിൻ്റെ അടയാളമാകാൻ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഓരോരുത്തരും ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഉടമ്പടി ജീവിക്കുന്നവരുടെ ഓരോ കാര്യങ്ങളും, ഉടമ്പടി പുതുക്കിയിട്ടില്ലെങ്കിലും ഉടമ്പടി തന്നെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഉറപ്പുള്ളവരുടെ കാര്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ സ്പർശിക്കുന്ന കർത്താവേ. മക്കളില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, കടകമ്പോൾ നടത്തി പരാജയപ്പെട്ടവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, ഒരു തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, വിസ പുതുക്കാൻ വേണ്ടി വേദനിക്കുന്നവർ, ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കിടഞ്ഞ് പരിശ്രമിക്കുന്നവർ, വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ വീട് വാങ്ങി വയ്ക്കാനോ വീട് ലഭിക്കാനോ വേണ്ടി പരിശ്രമിച്ച് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തിൻ്റെ കരുണ കർത്താവേ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുണ കൊണ്ട് കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവ്, അങ്ങയുടെ മക്കളുടെ മേൽ കർത്താവ് ഈ കൃപാസനം നടന്നിട്ടുള്ള മുഴുവൻ ആരാധനയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ആരാധനയോടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം. എല്ലാവരും മുട്ടേന്നിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആരാധന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ.
സമാപനാശീർവാദം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താറിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ